ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സ്പേസ് ചാനലിന്റെ വചനവിചിത്ര വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ലീഹാകാലം 5-ാം ഞായറിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കുവാനായി തിരുസഭാമാതാവ് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചും പ്രേക്ഷിത പ്രവർത്തനത്തിൽ നേരിടേണ്ടി വരാവുന്ന സഹനങ്ങളെയും പീഡനങ്ങളെയും അവയ്ക്കിടയിൽ നിർഭയം നൽകേണ്ട സാക്ഷ്യത്തെയും കുറിച്ചുമുള്ള ഈശോയുടെ തുറന്നു പറച്ചിലാണ് ഇന്നത്തെ വചനഭാഗം. മോഹന വാഗ്ദാനങ്ങൾ നൽകി അണികളെ കൂടെ കൂട്ടുന്നവർക്കിടയിൽ അനുദിന സാധാരണമായ സത്യസന്ധതയോടെ വ്യത്യസ്തനാവുകയാണ് ക്രിസ്തു. ശക്തരും അക്രമ സ്വഭാവമുള്ളവരുമായ എതിരാളികളായ ചെന്നായ്ക്കളുടെ മുൻപിൽ വിവേകത്തോടും നിഷ്കളങ്കതയോടും കൂടി ക്രിസ്തു ശിഷ്യർ വർത്തിക്കണമെന്ന് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശിഷ്യർക്കുണ്ടായിരിക്കേണ്ട അജപാലനപരമായ വിവേകത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. സർപ്പങ്ങളുടെ വിവേകത്തോടെ പ്രതികൂല സാഹചര്യങ്ങളെ വിവേചിച്ചറിയുമ്പോഴും അവയെപ്പോലെ വിഷം ചീറ്റുകയല്ല, മറിച്ച് പ്രാവിന്റെ നിഷ്കളങ്കതയോടെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നു. ഇന്നത്തെ 4 വായനകളിലും സുവിശേഷ പ്രഘോഷകർ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും അവർ നിർഭയം സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരാണെന്നും ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെയും ഫറവോയുടെയും അടുക്കൽ മോശയും അഹ്റോനും നിർവഹിക്കാനുള്ള ദൗത്യത്തെക്കുറിച്ച് പുറപ്പാടിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ദീർഘനാളത്തെ അടിമത്തത്തിന്റെയും കഠിനമായ മർദ്ദനത്തിന്റെയും ഫലമായി ആത്മാഭിമാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട അവർക്ക് സ്വാതന്ത്ര്യം സാധ്യമാണോ എന്ന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഇസ്രായേൽക്കാരെ അറിയിക്കാൻ ദൈവം മോശയെ തെരഞ്ഞെടുക്കുന്നത്. ഇസ്രായേൽക്കാർക്ക് ദൈവം 3 കാര്യങ്ങളാണ് ചെയ്തത്. 1, അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. സ്വന്തം ജനമായി സ്വീകരിച്ചു. വാഗ്ദത്ത ഭൂമി അവകാശമായി നൽകി. ഇസ്രായേൽക്കാരുടെ മോചനം ഇസ്രായേൽക്കാർക്ക് മാത്രമല്ല, ഈജിപ്തുകാർക്കും ദൈവത്തെ അറിയാനുള്ള ഒരു അവസരമായിരുന്നു. ജെറമിയ പ്രവാചകനെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയപ്പോൾ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ച ജെറമിയ പ്രവാചകനെ കുറിച്ച് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. പെട്ടെന്ന് നശിച്ചു പോകുന്ന കൂടാരത്തിന് പുറമെയായി ഒരിക്കലും നശിക്കാത്ത ഒരു ഭവനം പണിയുന്നത് പോലെയാണ് നിത്യഭവനമെന്ന് പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വ്യക്തമായി വിശദീകരിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യത്തിലാണ് തന്റെ നിലനിൽപ്പ് എന്നാണ് പൗലോസ് അപ്പസ്തോലൻ ഉദ്ഘോഷിക്കുന്നത്. അതിനായി അദ്ദേഹം പറയുന്നത് മൺപാത്രത്തിലെ നിധിയെക്കുറിച്ചാണ്. മൺപാത്രം പെട്ടെന്ന് തകർന്നു പോകുന്ന ഒന്നാണ്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തകർന്നു പോകും. പിന്നീട് അത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല, ഉപേക്ഷിക്കാനേ പറ്റുകയുള്ളൂ. അതായത് അഭൗമികമായ ഈ ഊർജം ദൈവത്തിൽ നിന്നാണ്. ഇത് സുവിശേഷ പ്രഘോഷകരുടേതല്ല. അതിനാൽ ഈ നിധി ദൈവം നൽകിയിരിക്കുന്നത് ബലഹീനർക്കാണ്. ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ദൈവം ബലഹീനരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പൗലോസ് അപ്പസ്തോലൻ അനുഭവിച്ച സഹനങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഏഷ്യയിൽ തങ്ങൾ അനുഭവിച്ച സഹനങ്ങൾ തന്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോയി. ക്രിസ്തുവിന്റെ ശിഷ്യർ പ്രതീക്ഷിക്കേണ്ടത് മർദ്ദനവും പീഡനവും തിരസ്കരണവും അവഗണനയും മറ്റുമാണ്. 3 തരത്തിലുള്ള പീഡനങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. രാഷ്ട്രം അവരെ പീഡിപ്പിക്കും, സഭ അവരെ മർദ്ദിക്കും, സ്വന്തം കുടുംബക്കാർ അവരെ ഒറ്റിക്കൊടുക്കും. യേശു 2 തരത്തിലുള്ള മരണത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ശരീരത്തിന്റെയും ആത്മാവിന്റെയും മരണത്തെക്കുറിച്ച്. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ, നിർഭയം സാക്ഷ്യം നൽകുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന വലിയ ശത്രുത എന്ന് പറയുന്നത് അവരുടെ ശരീരത്തെ വധിക്കുന്നു എന്നതാണ്. ഈശോ ആത്മാവിന്റെ ജീവനെക്കുറിച്ചും പറയുന്നുണ്ട്. വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവർ ദൈവത്തിന്റെ പരിപാലനയിലാണ്, ദൈവത്തിന്റെ സംരക്ഷണയിലാണ് എന്ന്. ആദ്യത്തെ രക്തസാക്ഷിയും തന്റെ ജീവനേക്കാൾ വലുതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്ത ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ സ്റ്റെഫാനോസ്. രക്ഷയുടെ മാർഗത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ സാവൂൾ എന്ന യഹൂദ നേതാവ് അദ്ദേഹത്തെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും എല്ലാവരും കൂടി അദ്ദേഹത്തെ കല്ലെറിയാൻ തുടങ്ങുകയും ചെയ്തു. ശരീരത്തിൽ കല്ലുകൾ ആഞ്ഞു തറയ്ക്കുമ്പോഴും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സ്റ്റെഫാനോസിനെ കണ്ട് പലരും അത്ഭുതപ്പെട്ടു. മരണം ഉറപ്പാക്കിയ നിമിഷങ്ങളിൽ സ്റ്റെഫാനോസ് പറയുന്നുണ്ട്, കർത്താവെ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. കഠിന യാതനകൾക്കിടയിൽ ക്രിസ്തുവിന്റെ സഹനം സ്വന്തമാക്കി സ്വർഗീയതയിലേക്ക് അലിഞ്ഞു ചേർന്നപ്പോഴും യഹൂദർ ക്രിസ്തുമാർഗത്തെ
തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോഴും സ്റ്റെഫാനോസിന്റെ ജീവിതം അവർക്ക് അനുഭവമായിരുന്നു. അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ പറയുന്നുണ്ട്, തന്റെ ജീവനേക്കാൾ വലുതാണ് ക്രൈസ്തവ വിശ്വാസമെന്ന് ഉദ്ഘോഷിക്കുന്നു. ഇന്ന് ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനും സുവിശേഷം പ്രഘോഷിക്കാനും വിളിക്കപ്പെട്ടവനാണ്. എന്നാൽ പലപ്പോഴും ഭൗതിക നേട്ടങ്ങൾക്കും സ്ഥാനമാനങ്ങളുടെയും പിറകെ പോകുമ്പോൾ സ്വർഗീയ ലക്ഷ്യത്തെ മറന്ന് നാം മുന്നേറുന്നു. കഴിഞ്ഞ നാളുകളിൽ നാം പത്രത്തിൽ കാണുകയുണ്ടായി, മൊസൂളിൽ ക്രൈസ്തവ ക്രൂരതയ്ക്ക് ഇന്ന് 11 വയസ്സ് തികയുന്നു. അതുപോലെ തന്നെ തെലങ്കാനയിലും മണിപ്പൂരിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവരെയും ക്രിസ്തുവിനെയും അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നഷ്ടധൈര്യരാകാതെ നിർഭയം സാക്ഷ്യം വഹിക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.